ഇതേപോലെ കഥ നടക്കുന്ന വീട്ടിലും രണ്ടുപേർ ഉറങ്ങാതെ കിടക്കുന്നുണ്ട്. ഒന്ന് ചന്ദ്രക്കലയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. ശയ്യ വിട്ടെഴുന്നേറ്റു പയ്യനെ പാദം വെച്ചു. ശയ്യ വിട്ടെഴുന്നേറ്റു പയ്യനെ പാദം വെച്ചു. ശയ്യാഗ്രഹത്തിൽ മണിവാതിലെത്തി. ശയ്യാഗ്രഹത്തിൽ മണിവാതിലെത്തി. സാക്ഷയിൽ തൊട്ടപ്പോൾ പെട്ടെന്ന് അകത്തു നിന്നും ഒരു ശബ്ദം, അടുക്കളയിൽ നിന്നും ഒരു ശബ്ദം. അവൾ പെട്ടെന്ന് ഞെട്ടി പുറകോട്ട് മാറി. ദുശകനം. പിന്നെയും ധൈര്യം സംഭരിച്ച് അവൾ വാതിൽ അമർത്തി തുറന്നു. നല്ല നിലാവെളിച്ചം. മെല്ലെ തുറന്നിറങ്ങി പൂനീല പാലലയിൽ മുല്ലപ്പൂ മണം കുളിർക്കാറ്റിലെത്തി. ഒരു നിഴൽ പോലെ പോയവൾ വീട്ടുമുറ്റത്ത് ആ കൽപ്പടവിൽ ചെന്നിരിക്കുമ്പോൾ ഒരു പിച്ചിപ്പൂ മണമൊഴുകി വന്നു. കുറുമൊഴി മുല്ലകൾ പൂക്കൾ പാകി. അവളുടെ മുടിയിലും മടിയിലുമെല്ലാം പൂക്കൾ അടർന്നു വീണ് ഒരു പുഷ്പമിട്ട് നടന്നു. കുറുമൊഴി മുല്ലകൾ പൂക്കൾ പാകി. ആ പൂന്തോട്ടത്തിൻ്റെ മറ്റൊരു കോണിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. നികിത, കൊച്ചമ്മ. അവൾ അവൻ്റെ കൈക്ക് പിടിച്ച് അരികിലിരുത്തി. അവൻ അവളുടെ അരികിലിരിക്കുമ്പോൾ വല്ലാത്തൊരു നിർവൃതി, വല്ലാത്തൊരു സുഗന്ധം അവനെ വലയം ചെയ്തു. പെട്ടെന്ന് അകത്തുനിന്നും ഒരു വിളി. സൂക്കേട്ടുകാരൻ ഉണർന്നു. അവൻ അവളുടെ കൈ തട്ടി മാറ്റി അകത്തേക്ക് പോകാൻ. നികിത, അനീസ്യ അനങ്ങിയില്ല. അവൾ അവിടെ തന്നെ ഇരുന്നു.